ശിക്കാരി ശംഖു ഒരു ദിവസം ഒരു മണ്ടൻ എന്നോട് സംശയം ചോദിച്ചു കേട്ടാ. ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് കുറച്ച് നാളായി വിചാരിക്കുന്നു. എന്തിരി ചോദിക്ക്. നിങ്ങൾ തോക്കില്ലാതെ മൃഗത്തെ പിടിക്കുക. തോക്കില്ലാതെ എത്ര എണ്ണത്തിനെ പിടിച്ചിരിക്കണ്? കടുവയെ പിടിക്കുക. മുതലേ പറഞ്ഞ് നാക്ക് വായിലിട്ടില്ല. ശിക്കാരി കരടി. പിടിക്കാമെന്നല്ലേ പറഞ്ഞത്? അയ്യോ കരടിയോ? എന്നാൽ ആ തോക്കിങ്ങ തന്നേര്. ഇവിടുന്ന് എങ്ങനെയെങ്കിലും മുങ്ങാം. ശിക്കാരി എവിടെ കരടി? രക്ഷപ്പെട്ടു. എവിടെയെങ്കിലും പോയി മറഞ്ഞിരിക്കാം. നല്ല പൊളപ്പം തണ്ണിമത്തൻ. ഇവിടെ ഇരുന്ന് തിന്നാം. കരടിയെ ശിക്കാരി പിടിച്ചേ. തോക്കില്ലാതെ കരടിയെ പിടിച്ച ശിക്കാരിക്ക് ഞാനൊരു ഭയങ്കര സംഭവമാണ് കേട്ടാ. ചേട്ടാ 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 എന്താടോ ഇതെന്താ പരിപാടി? എനിക്കൊന്നും പിടികിട്ടിയില്ല. രണ്ടുണ്ട കണ്ണുണ്ടല്ലോ, ഒരു പണി ചെയ്യുന്നത് കാണാൻ മേലേ. ഡോ തവളെ, ഇതെന്താണെന്ന് മനസ്സിലായോ? ആ കുഴല്. വെറും കുഴലല്ല, ഇതേ ഒരു മരുന്ന് ചെടിയുടെ തണ്ട. ഇതിനകത്ത് വെള്ളം നിറച്ച് കുടിച്ചാലേ പനി മാറും. ആർക്കാ പനി? കടിയൻ സിംഹത്തിനാ. ഭയങ്കര പനിയാ, സിംഹപ്പനി. കുടലിൽ വെള്ളം കൊണ്ടുവരാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ താൻ പുരാണം പറഞ്ഞുകൊണ്ടിരിക്കുവാണോ? ഇവിടെ ഏൽപ്പിച്ച പണി ചെയ്യടോ. ഓ സോറി സോറി. ചേട്ടാ 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 ഇവിടെ എവിടെ? ഇവിടെ ഇവിടെ. എന്താടോ? ചേട്ടാ എന്നെയും കൊണ്ടുപോകാമോ? ഞാൻ ഇതുവരെ കടിയനെ കണ്ടിട്ടില്ല. അതൊന്നും പറ്റിയല്ല. കണ്ട പീക്കിരി തവളകൾക്ക് പോകാനുള്ള സ്ഥലമല്ല കടിയൻ്റെ ഗുഹ, മനസ്സിലായോ? ചേട്ടാ പ്ലീസ് ചേട്ടാ ചേട്ടാ പ്ലീസ്. നീ ഏതാടാ? മാക്രൻ. മാക്രൻ. മാക്രനോ? അതാരാ? എൻ്റെ അച്ഛൻ്റെ പേരെന്താ? വക്രൻ. വക്രൻ. ഓ ഓ ഓ ഓ, നീ ആ വക്രൻ്റെ മകനല്ലേ? വലിച്ചു കയറ്റിക്കോ, ഫുള്ളായിട്ട് കൂടെ കയറട്ടെ, അല്ലെങ്കിൽ ഇനിയും വരേണ്ടി വരും. ഓ ശരി ശരി. ചേട്ടാ ചേട്ടാ ഞാനും വരട്ടെ. ഷോ, ഇത് വലിയ ശല്യമായല്ലോ. തന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത്? ശേ, അവൻ കാരണം കോൺസെൻട്രേഷൻ പോയി. ഓക്കെ ഓക്കെ ഓക്കെ.
ചേട്ടാ, കടിയൻ ചേട്ടാ, ഞങ്ങൾ എത്തി. ആരാ? സൂത്രനാണോ? അതെ, സൂത്രനാ. ഷേരു ഉണ്ട്. ദേ മരുന്ന് വെള്ളം കുഴലിനകത്ത്. വാ, ഒഴിച്ചോ. ഒഴിച്ചോ. ഓ, ഒഴിക്കടോ. വെള്ളം വരുന്നില്ലല്ലോ. ഞാൻ നിറച്ചതാണല്ലോ. ഒഴിക്കുന്നില്ലേ? എടോ, ഒഴിക്കാൻ. വല്ല ഇലയും തടഞ്ഞു കാണും. ഊതി നോക്കുന്നേ. ആ ശരിയാ, ശക്തിയായിട്ടൊന്ന് ഊതി നോക്കാം. എന്താ കാണിക്കുന്നത്? മുഖത്ത് വെള്ളം തീറ്റിക്കുന്നോടാ. ചേട്ടാ, നിങ്ങളുടെ കൂടെ വരണ്ടെന്ന് ഞാൻ വിചാരിച്ചതാ. വലിക്കകത്ത് കയറ്റിയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? പ്രഭു, പ്രഭു. പ്രഭു, നമ്മുടെ രാജ്യത്തെ എഴുത്തുകാരിൽ ഒരാൾ വന്നിട്ടുണ്ട്. ഈ എഴുത്തുകാരെന്ന് പറഞ്ഞാൽ ആരാ? കഥയും പാട്ടുമൊക്കെ എഴുതുന്നവരാണ് എഴുത്തുകാർ. വേഗം വരാൻ പറയൂ, കുറച്ച് തിരക്കുണ്ട്. ശാസ്ത്രമനുസരിച്ച് തോന്നിയതൊക്കെ എഴുതി വച്ച കാറിനും എഴുത്തുകാർ എന്ന് പറയാം. തന്നോട് ചോദിച്ചില്ല. പ്രഭു, അടിയൻ എഴുതാൻ പറ്റുന്നില്ല. ആരവിടെ? എഴുത്തുകാർക്ക് ഇരുന്ന് എഴുതാനുള്ള സ്ഥലം കൊടുക്കൂ. പക്ഷേ സ്ഥലമില്ലാത്തതല്ല പ്രശ്നം. ഓ, ബഹളം കാരണമായിരിക്കുമല്ലേ? ആരവിടെ? ബഹളമുണ്ടാക്കുന്നവരെ ശിക്ഷിക്കൂ. പ്രഭു, അതുമല്ല പ്രശ്നം. പിന്നെന്താ എഴുതാൻ വിഷയം കിട്ടാത്തത് കൊണ്ടാണോ? ആരവിടെ? ഇദ്ദേഹത്തിന് എഴുതാൻ കഥയും പാട്ടും പറഞ്ഞു കൊടുക്കൂ. അതുമല്ല പ്രശ്നം. വായിക്കാൻ ആളില്ലല്ലേ? ആരവിടെ? ഇദ്ദേഹത്തിന്റെ കഥകൾ പ്രജകളെ തല്ലി വായിപ്പിക്കൂ. അതൊന്നുമല്ല പ്രഭു. ഈ പേനയിലെ മഷി തീർന്നു. ഇച്ചിരി മഷി കിട്ടിയിരുന്നെങ്കിൽ. എന്താ ചേട്ടാ മുഖത്തൊരു സങ്കടം? അല്ല, ഇതാരാ? അക്കൂമിക്കൂമല്ലേ? ഒന്നും പറയണ്ടടാ മക്കളെ, വലിയ കഷ്ടകാലമാ. എന്ത് പറ്റി ചേട്ടാ? ഈ വാലില് രോമം മുഴുവനും കൊഴിഞ്ഞു പോവാ. അത്രയുള്ളോ? അത്രയുള്ളോന്നോ? ഇങ്ങനെ പോയാ പിന്നെ ഒരാഴ്ച കൊണ്ട് വാല് ചുള്ളിക്കമ്പ് പോലെയാവും. വൈദ്യനെ കണ്ടില്ലേ ചേട്ടാ? ആ, വൈദ്യശാല വരെ നടക്കാൻ വയ്യടാ മക്കളെ, വയസ്സും പ്രായമൊക്കെ ആയില്ലേ. വഴിയുണ്ട്, ചേട്ടൻ ഇവിടെ ഇരിക്കും, ഞങ്ങള് പോയി വൈദ്യനെ കാണാം. മരുന്നും വാങ്ങിക്കൊണ്ട് വരാം. ശരി ശരി.
മരുന്ന് കിട്ടി. കിട്ടിയോ? കിട്ടിയോ? വലിയ ഉപകാരം മക്കളെ. ദാ ഇത് കണ്ടോ, ഈ മരുന്ന് പുരട്ടി 2 മണിക്കൂർ വാല് വെയിൽ കൊള്ളിക്കണം. തല വെയില് കൊള്ളാനും പാടില്ല. വാല് വെയില് കൊള്ളിക്കണം. തലയിലാണേൽ വെയില് കൊള്ളാനും പാടില്ല. എന്റെ മക്കളെ, അതെങ്ങനെ സാധിക്കൂടാ പിള്ളേരെ? അതിനൊക്കെ വഴിയുണ്ട്, വാ. ദേ ഈ ഗുഹ കണ്ടോ? ചേട്ടൻ ഗുഹയ്ക്കകത്ത് കയറ്. തല അകത്തും വാല് പുറത്തും. ശരി ശരി. മതി 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 ചേട്ടാ. ഇനി വാലിൽ മരുന്ന് പുരട്ടാം. അവ ഇങ്ങോട്ടാ വരുന്നത്. എങ്ങനെ രക്ഷപ്പെടും? ഒരു സൂത്രപ്പണി ഒപ്പിക്കാം. ഇത് കൊള്ളാം. ഉഗ്രനൊരു ആനയെ പോലുണ്ട്. ചേട്ടാ, ഒരേ സ്ഥലത്ത് കുറെ നേരം വെയിൽ കൊണ്ടാൽ ചിലപ്പോ രോമം കരിയും. അതുകൊണ്ട് വാല് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കണേ. ഇളക്കാം 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 മക്കളെ. ഇന്ന് നിങ്ങളെ ശരിയാക്കി തരാ. ദേ ചേട്ടന്മാരെ വേണ്ട, ഞങ്ങളെ പിടിക്കാൻ നോക്കണ്ട. പിടിച്ച ഞങ്ങളുടെ ഈ പുതിയ ആനച്ചങ്ങാതി നിങ്ങളെ വെച്ചേക്കില്ല, പറഞ്ഞേക്കാം. ഒന്ന് പോ പിള്ളേര്, ഞങ്ങളെന്താ മണ്ടന്മാരാണെന്ന് കരുതിയോ? വെട്ടാ, അത് ആനയല്ല, വെറും പാറയാ. ജീവനില്ല. കണ്ണ് കണ്ടില്ലേ? വരച്ചു വെച്ചതാണ്. കണ്ടാൽ അറിഞ്ഞുകൂടെ? അത് പിന്നെ എനിക്കറിയില്ലേ പിള്ളേരെ. വേല വെട്ടനോട് വേണ്ട കേട്ടോ, കുത്തനോടും വേണ്ട. ഇവിടെ സ്റ്റോപ്പ്. ജീവനില്ലാത്ത ആന തുമ്പിക്കയാട്ടുമോ? ദാ നോക്ക്. ശരിയാണല്ലോ. ശരിക്കും ആന തന്നെ. വെട്ടാ, വിട്ടോ. മണ്ടന്മാർ. ഞങ്ങളോടാ കളി. അപ്പോ ചേട്ടാ, 1 മണിക്കൂർ കൂടി വെയില് കൊള്ളണേ. ശരി, നാളെ കാണാം. കമാണിക്കൂ. ഒരു ദിവസം വൈകുന്നേരം ഞാൻ നടക്കാൻ ഇറങ്ങി കേട്ടാ. എന്തിന്? എന്തിനടേ? ഇനി അല്പം വിശ്രമിക്കാം.
പേടിയാക്കാതെ പോടേ. അയ്യോ, ഈ ആന എന്നെ കൊല്ലാൻ വരുന്നേ. സത്യായിട്ട് ഞാൻ ചത്തേ. അയ്യോ, ഓടി വരണേ, രക്ഷിക്കണേ. ആരെ എന്നെ എടുത്തെറിയല്ലേ, ഞാൻ ചായ വാങ്ങിത്തരാം. ഇത് ഞാനാണോ വിമാനാണോ? എന്റെ ബോധം പോണേ. അപ്പ ഗ്രാമത്തലവനും മറ്റ് മണ്ടന്മാരും സിനിമ കാണുക കേട്ടാ. കൊള്ളാം, നല്ല അഭിനയ കേട്ടോ. 100 ദർശനം. ശിക്കാരി ശിക്കാരി സിനിമാ സ്ക്രീനിൽ നിന്ന് ഇറങ്ങി വന്നു. സൂപ്പർ സ്റ്റാർ ശിക്കാരിക്ക് സിനിമയിൽ നിന്ന് ഇറങ്ങി വന്ന ആദ്യ നടൻ ശിക്കാരിക്ക്. ഞാനൊരു ഭയങ്കര സംഭവമാണ് കേട്ടാ.